രാഷ്ട്രീയത്തിനപ്പുറം താരപോരാട്ടങ്ങൾക്ക് കൂടി വേദിയാവുകയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. ഹാട്രിക് ലക്ഷ്യമിട്ട് NK പ്രേമചന്ദ്രൻ ഇറങ്ങുമ്പോൾ മുകേഷ് MLA തന്നെ ഇറക്കി മത്സരം കടുപ്പിക്കുകയാണ് മറുഭാഗത്ത് LDF. കൃഷ്ണകുമാറിന്റെ താരപരിവേഷത്തിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാം എന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. ചവറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പത്തനാപുരം, പുനലൂർ തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന കടൽക്കാറ്റിനുണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഉപ്പുരസം. പിന്നെ സങ്കീർണമായ സാമുദായിക സമവാക്യങ്ങളും. ഇക്കുറി ഇത് താരപ്പൊലിമയുടെ കൂടി മത്സരമാണ്. കേരള രാഷ്ട്രീയത്തിൽ താരപ്രഭയുള്ള നേതാവാണ് NK പ്രേമചന്ദ്രൻ. ആ നേതാവിനെ നേരിടാൻ രാഷ്ട്രീയ പാരമ്പര്യമുള്ള താരത്തെയാണ് LDF മത്സരിപ്പിക്കുന്നത്. N ശ്രീകണ്ഠൻ നായർ മുതൽ ബേബി ജോൺ വരെയുള്ള വിപ്ലവ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ പാരമ്പര്യമാണ് NK പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയ താരത്തിന്റെ കൈമുതൽ. ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് മുതൽ ലോക്സഭയിലേക്ക് വരെ ജയിച്ചെത്തിയ അനുഭവമാണ് അടിത്തറ. നല്ല ആത്മവിശ്വാസമാണ്, പക്ഷേ അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, ഞങ്ങൾ മത്സരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയും സംസ്ഥാനം ഭരിക്കുന്ന CPM നേതൃത്വത്തിലുള്ള LDF മുന്നണിയുമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കൊല്ലം ഒരു മുന്നണിയുടെയും കുത്തകയല്ല, പക്ഷേ വിജയിച്ചവരെല്ലാം ഒരേ സമുദായത്തിൽ നിന്ന് ഉള്ളവരാണ്. പല പ്രമുഖരെയും വളർത്തിയതിനൊപ്പം വീഴ്ത്തിയ ചരിത്രവും കൊല്ലത്തിനുണ്ട്. കൊല്ലത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 1 മാത്രമാണ് UDFന്റെ പക്കലുള്ളത്. O മാധവൻ മുതലുള്ള രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായാണ് മുകേഷിനെ CPIM കൊല്ലത്ത് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചത്. 2 വട്ടവും ജയിച്ചതിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ലോക്സഭയിലേക്കുള്ള മത്സരം. ഇപ്രാവശ്യത്തെ കണക്ക് ശരിക്കും പറഞ്ഞാൽ നിയമസഭാ ഇലക്ഷന്റെയൊക്കെ എത്രയോ മുകളിലാണ് ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, തൊഴിലാളികളുടെ, കൊല്ലം ജില്ലയിലുള്ളവര് ഇളകി മറിയുകയാണ്. കഴിഞ്ഞ തവണ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും കൈപ്പിടിയിലിരിക്കുമ്പോഴാണ് CPIMന്റെ KN ബാലഗോപാൽ തോറ്റത്. MA ബേബി പരാജയപ്പെടുമ്പോഴും നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് മേൽക്കൈയുണ്ടായിരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലം ഉൾപ്പെട്ട ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനം നിലനിർത്തി. എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുവിഹിതം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. സിനിമാ താരം കൂടിയായ കൃഷ്ണകുമാറിന് വോട്ടുവിഹിതം ഉയർത്താൻ കഴിയുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കൊല്ലത്തെ ഒരു കാലത്തെ കൊല്ലത്തിന്റെ പ്രൗഢിയുള്ള കൊല്ലമുണ്ട്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നതിന് കാരണം എന്താ? അത്ര സുന്ദരമായ സ്ഥലമുണ്ട്. കൊല്ലത്ത് വന്ന ഒരാൾക്ക് പിന്നെ ഇല്ലത്തോട്ട് പോകാൻ താല്പര്യമില്ല. ആ കൊല്ലത്തിനെ ഇന്ന് ഈ ശോചനീയാവസ്ഥയിലാക്കിയത് ഈ 2 മുന്നണികളുടെ അവഗണനമുണ്ട്. കിഴക്ക് തമിഴ്നാട് കോട്ടവാസൽ മുതൽ വടക്ക് ചവറ കന്നേറ്റിപ്പാലം വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലത്തിൽ തീരദേശ വോട്ടുകൾ നിർണായകമാകും. ജാതിമത സാമുദായിക സംഘടനകളുടെ തീരുമാനങ്ങളും മതസ്ഥാപനങ്ങളുടെ നിലപാടും പ്രതിഫലിക്കുന്ന മണ്ഡലം കൂടിയാണ് കൊല്ലം. പക്ഷേ അത്തരം തീരുമാനങ്ങളെല്ലാം രാഷ്ട്രീയത്തിന് അതീതവുമായിരിക്കും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. അപ്പോൾ അതാണ് കൊല്ലത്തിന്റെ അടുത്ത പോരാട്ടം നടക്കുകയാണ് കൊല്ലം. അതിലെ എന്താണ് ഇത്തവണ കൊല്ലത്ത് തെരഞ്ഞെടുപ്പിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. വലിയ അടിയൊഴുക്കുകളൊക്കെ സംഭവിക്കുമെന്നൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇത്തവണ കൊല്ലത്തിനുണ്ട്. എന്തായാലും വരട്ടെ, നമുക്ക് കാത്തിരിക്കാം.